ഹലോ ഗൈസ്, സുലു കിച്ചണിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് ഒരു ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ്. ഒരു വെറൈറ്റി ഉപ്പുമാവിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ റവയാണ്. കടയിൽ നിന്ന് വാങ്ങിച്ചത് നമ്മളത് വറുത്ത് കിട്ടിയ റവ തന്നെയാണ്. എന്നാലും ഞാൻ ഒന്നും കൂടെ വറുത്തെടുക്കുന്നുണ്ട്, എങ്കിലേ അതിൻ്റെ ഒരു ടേസ്റ്റ് നമുക്ക് റെഡിയായി കിട്ടത്തുള്ളൂ. എന്നാലും നമുക്കൊന്ന് വറുത്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ട് വേണം നമ്മളിത് ചെയ്തെടുക്കാൻ. റവ ഞാൻ വറുത്ത് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഞാൻ അതേ പാനിൽ തന്നെ കുറച്ച് ഓയിലും കുറച്ച് നെയ്യും ഇട്ട് ഒന്ന് ചൂടാക്കുന്നുണ്ട്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കാഷ്യൂവും കിസ്മിസും ഒന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാനുണ്ട്. കാഷ്യൂവും കിസ്മിസും റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലോട്ട് ആഡ് ചെയ്യുന്നത് തേങ്ങയാണ്. ഞാൻ ഒരു തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയും കൂടെ നമ്മൾ ഇതിനകത്തൊന്ന് റോസ്റ്റ് ചെയ്ത് എടുക്കാം. അണ്ടിപ്പരിപ്പും കിസ്മിസും തേങ്ങയും ഒന്ന് റോസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്കതൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതേ പാനിൽ തന്നെ കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചു കൊടുത്ത് ഞാൻ ഒരു സവാള ചെറുതായി ചോപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പച്ചമുളക് ചെറുതായി ചോപ്പ് ചെയ്ത് അതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇനി കുറച്ച് കടുകും കൂടെ ഇട്ട് കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് എടുക്കാം. ഇനി നമുക്ക് ചേർക്കേണ്ടത് വെള്ളമാണ്. ഞാനിവിടെ 1/2 കിലോ റവയ്ക്ക് 1 ലിറ്റർ വെള്ളം എടുത്തിട്ടുണ്ട്. ഡ്രൈ ആയിട്ട് വേണ്ടവർക്ക് വെച്ച് വെള്ളം കുറയ്ക്കാം. ഞാൻ ഡ്രൈ ആയിട്ടല്ല എടുക്കുന്നത്. വെള്ളം തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള ഉപ്പും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ചെയ്യേണ്ടത് വറുത്ത് വെച്ചിരിക്കുന്ന റവ നമ്മൾ ഇതിനകത്തോട്ട് ആഡ് ചെയ്യുക. എന്നിട്ട് നല്ലോണം ഇളക്കി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന കാഷ്യൂം കിസ്മിസും തേങ്ങയും നമുക്ക് ഇതിനകത്തോട്ട് ആഡ് ചെയ്ത് നല്ലോണം ഇതും ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. ലാസ്റ്റായിട്ട് നമ്മൾ ചേർക്കുന്നത് കുറച്ച് പഞ്ചസാരയാണ്. പഞ്ചസാര തന്നെ മുകളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം. പഞ്ചസാര ഇട്ടെന്നും പറഞ്ഞത് മധുരമായി പോകത്തൊന്നുമില്ല. അത് ഒരു ടേസ്റ്റ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മളത് ചെയ്തിരിക്കുന്നത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് ഇതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കണേ. പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. ഇനി ഇതുപോലുള്ള വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.